പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോയിൽ നേർച്ചക്കടം ഉണ്ടാക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില ദൗർഭാഗ്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നേർച്ചക്കടം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഹൈന്ദവർ മാത്രമല്ല, മറ്റ് മതത്തിലുള്ള ആൾക്കാരും നേർച്ചകൾ ഇടാറുണ്ട്. ക്ഷേത്രങ്ങൾ ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ നേർച്ച ഇടുന്നതെങ്കിൽ അവർ അവരുടെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട നേർച്ചകളാണ് ഇടാറുള്ളത്. ഒരു നേർച്ചയുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇന്ന പ്രശ്നം മാറ്റി കിട്ടിയാൽ ഈ ക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ന ആരാധനാലയത്തിലേക്ക് ഞാൻ എൻ്റെ ഒരു നന്ദി പ്രകാശം, അത് ചിലപ്പോൾ തുകയാവാം, ചില വസ്തുക്കളാവാം, അങ്ങനെയുള്ളത് ഒന്ന് സമർപ്പിക്കാം എന്ന് മനസ്സിൽ ആഗ്രഹത്തോടു കൂടി പറയുന്നു. നമുക്ക് ചിലപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയെന്ന് വന്നേക്കാം, ചില അവസരത്തിൽ കിട്ടിയില്ല എന്ന് വന്നേക്കാം. അപ്പൊ ചിലരുടെ വിശ്വാസം ഈ ആഗ്രഹ പൂർത്തീകരണം നടന്നിട്ടില്ലെങ്കിൽ ഞാൻ അത് ചെയ്യേണ്ടതെന്നാണ്. പക്ഷെ നേർച്ച ഇടുമ്പോൾ നിങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അതായത് ഞാൻ ഈ കാര്യം സാധിച്ചു കിട്ടിയാൽ ഞാനിത് സമർപ്പിക്കാം എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സമർപ്പിക്കട്ടെ. എന്നാൽ ചിലരങ്ങനെയല്ല, ഞാൻ ഇന്നത് ചെയ്തേക്കാമേ, എനിക്കിത് തരണേ എന്നുള്ള രീതിയിൽ അങ്ങടമില്ല ഇങ്ങടമില്ലാത്ത ചില നേർച്ചകൾ നേരും. എന്നാൽ ആ നേർച്ചയുടെ ഫലം കൊണ്ട് ഇവർക്ക് ചില കാര്യങ്ങളൊക്കെ നേടി കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഇവർ ഒരുപാട് വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് പറഞ്ഞതുകൊണ്ട് തനിക്ക് കിട്ടിയ ചില നേട്ടങ്ങളെ കുറിച്ച് ഇവർ ശ്രദ്ധിക്കാതെ പോകും. അങ്ങനെ ഇവരുടെ മനസ്സിൽ ചിന്തിക്കുന്നത്, ഞാൻ നേർച്ച നേർന്ന പൂർണ്ണമായിട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല, ഇനി പൂർണ്ണമായിട്ട് കിട്ടിയിട്ട് ഞാനത് നിർവഹിക്കാമെന്നായിരിക്കും. ഇല്ലെങ്കിൽ ചിലരായിട്ട് നേർച്ചകൾ നിരന്തരം നേരുന്നൊരു സ്വഭാവമായിരിക്കും. ചെയ്ത നേർച്ച എന്താണെന്ന് മറന്നുപോകും, അതൊന്നും നോട്ട് ചെയ്ത് വയ്ക്കാറില്ല. പിന്നീട് അതിന്മേൽ ദോഷങ്ങൾ ഉണ്ടാവും. ഇതാണ് ഇവിടെ എന്തുകൊണ്ടാണ് ദൈവങ്ങൾക്ക് നമ്മുടെ എന്തെങ്കിലും ഒരു 100 രൂപ നേർച്ച അല്ലെങ്കിൽ ഒരു വേറൊരു സാധനം മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ഈശ്വരൻ അത് നോക്കിയാണോ ഇരിക്കുന്നത്? അങ്ങനെയൊന്നുമല്ല. പക്ഷെ പ്രപഞ്ചവും ഈ യൂണിവേഴ്സ് മൊത്തം നമ്മുടെ വാക്കുകളെ നിരീക്ഷിക്കുന്നുണ്ട്. പണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ നീതിയുക്തനായിട്ടും ധർമ്മയുക്തനായിട്ടുള്ള ഒരു വ്യക്തി ഒരു വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. ശ്രീരാമന് വനവാസം പോകേണ്ടി വന്നത് കൈകേയിക്ക് ദശരഥൻ കൊടുത്ത ഒരു വാക്കിന്റെ ബലത്തിലാണ്, അല്ലെ? ആ വാക്ക് ലംഘിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ആ ശ്രീരാമന് തന്നെ വനവാസം വേണ്ടി വന്നു. അവർക്ക് വേണമെങ്കിൽ മാറ്റി പറയാം, അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്നേ സമയത്ത് മാറ്റി പറയാം. പക്ഷെ പറയില്ല. വാക്കിന്റെ ലംഘനം ഒരാൾ നടത്തില്ല. നേർച്ച എന്ന് പറഞ്ഞാൽ ദൈവവും നമ്മളുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണ്. അവിടെ വാക്ക് മാറ്റുകയില്ല. ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന 10 രൂപയുടെ പഴമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാലോ അഭിഷേകമോ ഒന്നും വേണ്ടിയിട്ടില്ല. നിങ്ങൾ പറഞ്ഞൊരു വാക്കാണ്, ആ വാക്കിനാണ് നിങ്ങൾ വാല്യൂ കൊടുക്കേണ്ടത് ജീവിതത്തിൽ എപ്പോഴും. അത് നമ്മൾ നിർവഹിക്കാത്തത് കൊണ്ട് ദൈവം നമ്മളെ ഒന്നും ചെയ്യുന്നില്ല. കർമ്മ എന്ന് പറയുന്ന കാര്യം നമുക്ക് തിരിച്ചടികൾ ഉണ്ടാക്കുന്നു. നമ്മുടെ വാക്കിന്റെ ലംഘനം കൊണ്ട് കർമ്മ തിരിച്ചടിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. എന്തായാലും ശരി, ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ ചില നേർച്ചക്കടകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ കൃത്യമായിട്ടുണ്ടാവും. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. നമസ്കാരം, ഞാൻ RJ AR ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞിരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിന്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. ഒന്നാമത്തെ കാര്യം നിരന്തരമായിട്ടുള്ള ധനനഷ്ടമാണ്. ഈ ധനനഷ്ടം എന്ന് പറഞ്ഞാൽ മിക്ക മനുഷ്യരും പറയുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും അവരുടെ ധനവിനിമയവുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ പാളിച്ചകളാണ് ധനനഷ്ടത്തിന് പ്രധാന കാരണം. എന്നാൽ ചിലർക്ക് ക്ഷേത്രക്കടവുമായി ബന്ധപ്പെട്ടും ധനനഷ്ടം ഉണ്ടാവും. ചിലർ ക്ഷേത്രത്തിൽ നിന്ന് നോട്ടീസുമായിട്ട് വരും, ഇന്ന ഉത്സവം നടക്കുകയാണ്, ഞാൻ ഇത്ര രൂപ തരാം എന്ന് പറയുകയാണ്. പറഞ്ഞിട്ട് ഇവര് സംഭാവന റെസിപ്റ്റ് ഒക്കെ കൈപ്പറ്റും, പക്ഷെ ഒന്നും കൊടുക്കില്ല. ഇങ്ങനെ പറഞ്ഞു പറ്റിക്കുന്ന ഒരു ശീലമുണ്ട്. നിങ്ങളെ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ കയ്യിലുള്ള 50 100 ആണെങ്കിൽ അത് കൊടുക്കുക, അത് മതി. അല്ലാതെ വലിയ തുകകളൊക്കെ സംഭാവന പറഞ്ഞിട്ട് അവസാനം അത് കടമാക്കിയിടരുത്. എന്നാൽ ഇതില് ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ചില തെറ്റുകൾ സംഭവിക്കാറുണ്ട്. സാധാരണ ഒരു ഭക്തനെ കണ്ടിട്ട് അയാൾക്ക് മേല് വലിയ തുക സംഭാവനയൊക്കെ എഴുതിയിടും. ആ മനുഷ്യന് അത് കൊടുക്കാനുള്ള ത്രാണി ഉണ്ടാവില്ല. പക്ഷെ അവരെ പിണക്കണ്ടെന്ന് കരുതി അതിനെ അവർ സ്വീകരിക്കും, റെസിപ്റ്റ് സ്വീകരിക്കും. പക്ഷെ തിരിച്ചു കൊടുക്കാൻ ഈ പാവത്തിന്റെ പൈസ ഉണ്ടാവില്ല. അങ്ങനെ അയാൾ അത് കൊടുക്കാതിരിക്കും. നമ്മൾ വിശ്വാസിയാണെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യം പറയുന്ന കാര്യം ചെയ്യുക. അത് ക്ഷേത്രത്തിലെ ആൾക്കാർ ഇങ്ങനെ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കൂടുതൽ അങ്ങനെ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഒരാളും വിശ്വാസത്തിന്റെ പേര് ചെയ്യിക്കാതിരിക്കാൻ ശ്രമിക്കണം. നിങ്ങളെ കൊണ്ട് കഴിയുന്ന, നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ടുള്ള സംഭാവന അവിടെ കൊടുക്കുകയും വേണം. അതാണ് വേണ്ടത്. കടം വരുത്താതിരിക്കുക. രണ്ടാമത്തെ ലക്ഷണം നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളതാണ്. ചിലർ പറയും, എനിക്ക് കിടന്ന ഉറക്കം വരുന്നതേ ഇല്ല, ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ടെൻഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ ടെൻഷൻ ഇല്ല. ചിലപ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട്, കാര്യം അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ശാരീരികമായിട്ടുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാവാം. ഇവരുടെ ഉള്ളിന്റെ ഉള്ളില് അറിഞ്ഞുകൂടാത്ത ചില
വിമ്മിട്ടങ്ങളുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത്. പക്ഷെ ഇതിലുപരി ഭദ്രകാളി ക്ഷേത്രത്തില് നേർച്ചക്കടം വരുത്തി വച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കക്കുറവ് വളരെയധികം കാണാറുണ്ട്. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഏതെങ്കിലും കാര്യം കൊടുക്കാമെന്ന് സമർപ്പിക്കാമെന്നൊക്കെ നമ്മൾ പറഞ്ഞു, പിന്നീട് മറന്നുപോയി, അല്ലെങ്കിൽ കുറെ കാലം കഴിയട്ടെ എന്ന് തീരുമാനിച്ചു. അങ്ങനെയുള്ള വ്യക്തികളിലും ഉറക്കക്കുറവ് ഒരു ലക്ഷണമായിട്ട് വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ നിരീക്ഷിക്കണം. നമ്മുടെ ഉറക്കക്കുറവ് ശാരീരികമായിട്ടുള്ള പ്രശ്നമാണോ, നമുക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് അതുകൊണ്ടാണോ എന്നൊക്കെ നോക്കണം. അതൊന്നും പ്രശ്നമല്ലെങ്കിൽ നമ്മൾ ഈ ഒരു കാര്യം കൂടുതലായിട്ട് ചിന്തിക്കണം. ഈ ഭദ്രകാളി ക്ഷേത്രമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ എന്തെങ്കിലും നേർച്ചകൾ നേർന്നിട്ട് കൊടുക്കാതിരിക്കുന്നുണ്ടോ കൊണ്ടൊന്ന് സമർപ്പിച്ചു നോക്കൂ. അതോടുകൂടി നിങ്ങളുടെ ഉറക്കത്തിന്റെ പ്രശ്നം അങ്ങ് മാറിക്കിട്ടും. അത് കാണാനുള്ള കാര്യമാണ് കേട്ടോ. മൂന്നാമത്തെ കാര്യം, കുട്ടികളുടെ നിരന്തരമായിട്ടുള്ള കരച്ചിൽ. ഇത് പല വീടുകളിലും കാണും. കുട്ടികൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടായി കഴിഞ്ഞാൽ അവർ കരയുന്നത് സ്വാഭാവികമാണല്ലോ. പക്ഷെ ഒരു കുട്ടി നിരന്തരമായിട്ടുള്ള കരച്ചിൽ അങ്ങോട്ട് മതിയാക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ട് രോഗങ്ങളുണ്ടോ നോക്കി, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കി. ചിലപ്പോൾ ഈ വരവ് പോക്കുകളുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ കുട്ടികൾ കരയും. നമ്മൾ അതെല്ലാം നോക്കി, എന്നിട്ടും കുട്ടിയുടെ കരച്ചിൽ നിൽക്കുന്നില്ല. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ അമ്മ ഗർഭിണിയായിരുന്നപ്പോൾ എന്തെങ്കിലും നേർച്ച വെച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഈ അമ്മ തന്നെ നേർച്ച വെക്കണമെന്നില്ല, അമ്മയുടെ കൂടെയുള്ള ആരെങ്കിലും നേർച്ച വെക്കും. അമ്മയുടെ അമ്മയോ വേറെ മുത്തച്ഛനോ മുത്തശ്ശി ആരാവട്ടെ നേർച്ച വെക്കും. എന്നിട്ട് അവരങ്ങ് മറന്നു കളയും. അതോടുകൂടി കുട്ടിയിൽ ഈ നേർച്ചക്കടം എന്ന് പറഞ്ഞ പ്രശ്നം ഇങ്ങനെ നെള്ളിച്ചുകൊണ്ടിരിക്കും. അത് കുട്ടിക്ക് നിർത്താത്ത കരച്ചിൽ, ചില രോഗ കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുമാറാതെ നിൽക്കും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയെ സൃഷ്ടിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ ആരുടെങ്കിലും ചോദിക്കണം, നമ്മുടെ വീട്ടിലുള്ളവർ നിങ്ങൾ എന്തെങ്കിലും നേർച്ച ചേർന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അവർ പറയും. എങ്കിലും ആ നേർച്ച നമ്മൾ പൂർത്തീകരിക്കുക, അതാണ് വേണ്ടത്. ചിലരാട്ടെ കുട്ടികളുടെ കരച്ചിൽ കാണുമ്പോൾ കൊണ്ടുപോയി നേർച്ചയിടും. എന്തോ കാര്യത്തിന് കുട്ടിക്ക് വയറിനെ എനക്കിടങ്ങാനും ഉള്ളപ്പോഴാണ് അത് ചെയ്തത്. എന്നിട്ട് കുട്ടി 2 ദിവസം കഴിഞ്ഞപ്പോൾ ഭേദമായി. എന്നിട്ട് ഇവർ ഈ നേർച്ചക്കടം വീട്ടാനുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. പിന്നീടാണ് കുട്ടിയിൽ തുടർച്ചയായിട്ടുള്ള കരച്ചിൽ ആരംഭിക്കുന്നത്. ഇതും ഒരു വലിയ ലക്ഷണമാണ്. അതുകൊണ്ട് നേർച്ച നേർന്നു കഴിഞ്ഞാൽ അത് അപ്പോഴേ എഴുതി വെക്കണം, കടമാക്കിയിടരുത്. നാലാമത്തെ കാര്യം, വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. പല മനുഷ്യരിലും ആഹാര വൈകല്യങ്ങൾ കൊണ്ട്, അധ്വാനക്കുറവ് കൊണ്ട്, വ്യായാമമില്ലായ്മ കൊണ്ടൊക്കെ വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ വയറ്റിലെ പ്രശ്നങ്ങൾ അത് സ്വാഭാവികമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പൊ അതിന്റെ കൃത്യമായ റീസൺ ഉണ്ടെങ്കിൽ നമുക്കതിനെ പരിഹരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്നാൽ ചില വ്യക്തികൾക്ക് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പലതരം മരുന്നുകൾ കഴിച്ചു നോക്കി, പലതരം ടെസ്റ്റുകൾ നടത്തി നോക്കി, ഇവർക്ക് ഈ പ്രയാസം കൂടി വരികയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരൊന്ന് ചിന്തിച്ചു നോക്കണം. ഇവർ ഏതെങ്കിലും ക്ഷേത്രത്തിൽ നിവേദ്യവുമായി ബന്ധപ്പെട്ട്, അതായത് പായസം കൊടുക്കുക എന്നുള്ള തരത്തിൽ നിവേദ്യങ്ങൾ ഏതെങ്കിലും നേർച്ചയായിട്ട് നിർത്തിയിട്ട് മറന്നു പോയിട്ടുണ്ടോ എന്ന് നോക്കണം. പലപ്പോഴും ഇത്തരം ചെറിയ കാര്യമായിരിക്കും അവർ നേർച്ച ചേർന്നിട്ട് മറന്നു പോകുന്നത്. പക്ഷെ ഇത് ഈ വയറ്റിന്റെ പ്രശ്നം ആഭിചാരം കൊണ്ടാണ്, ആരെങ്കിലും കൈവിഷം തന്നിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നു. വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്ന പലരെ എനിക്കറിയാം. എന്നിട്ട് ആ നേർച്ചക്കടം വീട്ടിയപ്പോൾ ഈ പ്രശ്നം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊന്ന് ചിന്തിക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് വീട്ടുക എന്നുള്ളതാണ്. അടുത്ത കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുക്കുക. അതിനായിട്ട് ഇതുവരെയ്ക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും ഞാൻ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും റെക്കമെൻഡേഷനും നിങ്ങൾക്ക് യൂട്യൂബ് അയച്ചു നൽകുകയുള്ളൂ. എങ്കിലല്ലേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. അത് പ്രയോജനപ്പെടുത്തുക. 5ാമത്തെ കാര്യം, വിലപ്പെട്ട വസ്തുക്കൾ കളഞ്ഞു പോകുക എന്നുള്ളതാണ്. എനിക്കറിയാം, ഒരു സ്ത്രീ എന്നെ കാണാൻ വന്നിരുന്ന അവർക്കാണ് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഊരി കളഞ്ഞു പോവുക. കിട്ടാറുണ്ട് കേട്ടോ. കാതിൽ കിടക്കുന്ന കമ്മല് പോവുക, മോതിരം ഊരി കളഞ്ഞു പോവുക. ഇങ്ങനെ ആഭരണങ്ങൾ നിരന്തരമായിട്ട് കളയുക, മൊബൈൽ ഫോൺ എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു പോവുക. അതെത്ര ശ്രദ്ധിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് കളഞ്ഞു പോകുന്നൊരവസ്ഥ. ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കാര്യം നിങ്ങൾ നേർച്ച ഇട്ടിട്ടുണ്ട്? നേർച്ചയൊന്നുമില്ല, ഞാൻ നേർച്ച ഇടാറില്ല എന്ന് പറഞ്ഞു. ചോദിച്ചു, മുമ്പ് എപ്പോഴെങ്കിലും ഏതെങ്കിലും സ്വർണ്ണാഭരണം കളഞ്ഞു പോയപ്പോൾ നിങ്ങളൊരു നേർച്ച ഇട്ടിട്ടുണ്ടോ? അവരിങ്ങനെ ചിന്തിച്ച് ഒരിക്കലും എൻ്റെ താലിമാല പോയപ്പോൾ ഞാൻ ഇങ്ങനെ പേടിച്ചിട്ട് നേർച്ച നേർന്നു. പിന്നീട് എനിക്ക് വീട്ടിൻ്റെ തൊട്ടടുത്തുള്ളൊരു മാവിൻ ചുവട്ടിൽ ഞാൻ അവിടെ ചെന്ന് എന്തൊക്കെ വേസ്റ്റ് വസ്തുക്കൾ കളഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഊരി വീണതാണെന്നൊന്നും എനിക്ക് അവിടെ സുരക്ഷിതമായിട്ട് കിടന്ന് കിട്ടി എന്നൊക്കെ അവർ പറഞ്ഞു. അന്ന് ഞാനത് നേർച്ച നേർന്നിരുന്നു, ആ മാല തിരിച്ചു കിട്ടുമ്പോൾ ഇന്നത് കൊടുക്കാന്ന്. പക്ഷെ ഞാനത് വിട്ടുപോയി. ഇവർ പറയുകയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ എന്തെങ്കിലും കളഞ്ഞ വസ്തുക്കൾ തിരികെ കിട്ടാൻ വേണ്ടിയിട്ട് നേർച്ച ഇട്ടിട്ട് അത് വീട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് വിലപ്പെട്ട വസ്തുക്കൾ കളഞ്ഞു പോകും. പിന്നെ വേറെ ലക്ഷണമുണ്ട്. നമ്മളെ ഒന്ന് പരിഭ്രാന്തപ്പെടുത്തിയിട്ട് ആ വസ്തുക്കൾ മിക്കവാറും തിരിച്ച് കയ്യിൽ വരാറുണ്ട്. പൂർണ്ണമായിട്ട് അങ്ങ് നഷ്ടപ്പെടില്ല. പക്ഷെ ഇത് തുടർച്ചയായിട്ട് 5-6 വട്ടം ആവർത്തിച്ചിട്ട് പിന്നീട് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതൊന്നും തിരികെ വരികയില്ല. നമുക്ക് ഇങ്ങനെ ഒരു ലക്ഷണം കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചിന്തിച്ച് നോക്കണം, നമ്മൾ എന്തെങ്കിലും നേർച്ചകൾ കടാക്കിയിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉടനെ വീട്ടണം.
ആറാമത്തെ കാര്യം വീട്ടിലെ അസ്വസ്ഥതകൾ എന്നുള്ളതാണ്. വീട്ടിലെ പലതരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥത വരും. സാമ്പത്തിക പ്രശ്നമാവാം, അല്ലെങ്കിൽ ആ വീട്ടിലെ വ്യക്തികൾ തമ്മിലുള്ള പരസ്പര ധാരണയില്ലായ്മ ഉണ്ടാവാം. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വീടുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവാം. പക്ഷെ ഒരു വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. വന്ന് കയറിയിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ തോന്നുന്നു, ഇറങ്ങി പോകുന്നു. അങ്ങനെ വീട്ടിന് പുറത്തേക്ക് പോയാൽ നമുക്ക് ഗുണം കിട്ടുന്നു, പക്ഷെ വീട്ടിനകത്ത് എന്തൊക്കെയോ പ്രയാസം. വീട്ടിനകത്ത് ചില നെഗറ്റീവ് സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. പക്ഷെ നേർച്ചക്കടം എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് വരാം. അതായത് ഒരു വീട് പൂർത്തീകരിക്കുമ്പോഴാണ് പലപ്പോഴും ഈ വീട് പൂർത്തീകരിച്ചിട്ട് ഈ ക്ഷേത്രത്തിൽ ഇന്നത് കൊടുത്തേക്കാന്നൊക്കെ ചില നേർച്ച വെച്ചിട്ട് അവസാനം ഇത് തിരക്കുകൾക്കിടയിൽ വിട്ടു. അങ്ങനെയുള്ള വീടുകളിൽ ഈ ഒരു അവസ്ഥ, നമുക്ക് സ്വസ്ഥമായിട്ട് അവിടെ ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ വരാറുണ്ട്. അപ്പൊ അത് നമ്മൾ കാണുക, അങ്ങനെ എന്തെങ്കിലും നേർച്ച ഉണ്ടെങ്കിൽ അത് വീട്ടുക, നിങ്ങളുടെ ആ പ്രശ്നം ഒന്ന് മാറിക്കിട്ടും. ഏഴാമത്തത് നിരന്തരമായ തൊഴിൽ പ്രശ്നങ്ങൾ. അതായത് നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നിടത്ത് എന്നും പ്രശ്നം തന്നെയാണ്. അവിടുത്തെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് തർക്കങ്ങളാണ്, മാനേജ്മെന്റുമായിട്ട് തർക്കമാണ്, നമുക്ക് എല്ലാത്തിനും എരിപൊരി സഞ്ചാരമാണ്. അങ്ങനെ പലരും നമ്മളെ കാണും തൊഴിൽ എന്നും പ്രശ്നമാണ്. ഞാൻ ആദ്യം ചോദിക്കും, ഈ തൊഴിൽ കിട്ടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, തൊഴിൽ കിട്ടിയില്ല എന്നുള്ളൊരു പ്രശ്നം. അത് കഴിഞ്ഞ് തൊഴിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തൊഴിലിന്റെ പ്രശ്നമായി. അപ്പൊ നമുക്ക് ആദ്യത്തേന്ന് ചിന്തിച്ചു നോക്കാം, നിങ്ങൾക്ക് തൊഴിൽ കിട്ടാതിരുന്നപ്പോൾ ഒരു തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ നേർച്ച കിട്ടോ എന്ന് വെക്കും. ഇല്ല എന്നൊക്കെ ആദ്യം പറഞ്ഞിട്ട് അന്നൊരു ലിസ്റ്റ് വന്നിരുന്നപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞാൻ ആ ഇന്റർവ്യൂ പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാനല്ല കേട്ടോ എൻ്റെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അച്ഛനാ നേർച്ച ഇട്ട എന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കും. എന്നിട്ട് അത് നടത്തിയോ, അയ്യോ അത് വിട്ടുപോയി എന്ന് ചിലർ പറയും. ചിലർക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും ഉണ്ടാവില്ല. അപ്പൊ അതൊന്ന് വീട്ടിയിട്ട് നോക്കാൻ പറയും. അവർ ഇന്ന് ആ നേർച്ചക്കടം വീട്ടിൽ കഴിഞ്ഞപ്പോൾ ജോലിയിലുണ്ടായിരുന്ന അസ്വസ്ഥതകളുടെ എണ്ണം വളരെയധികം കുറയും. പക്ഷെ അവിടെ ഈ അസ്വസ്ഥത ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ആരെങ്കിലുമൊക്കെ ശത്രുവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ശത്രുത അവിടെ തുടരും. അല്ലാതെയുള്ള പിന്നീടുള്ള പുതിയ വിഷയങ്ങൾ സംഭവിക്കാതിരിക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായി വരുന്നതാണ്. അപ്പൊ ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. എട്ടാമത്തെ കാര്യം സകലത്തിലും മുടക്കം വരിക എന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ, എല്ലാ കാര്യത്തിലും മുടക്കം. നോക്കിക്കോളൂ, ഗണപതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നേർച്ചയിട്ടിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത്ര നാളികേരോടയ്ക്കാം, ഒരു മുഴുക്കുവാപ്പ് ചേർത്താം, കർഗമാല ചേർത്താം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ നേർച്ച പറഞ്ഞിട്ട് അവസാനം ആ നേർച്ച മുടക്കായിട്ട് ഉണ്ടെങ്കിൽ അതുമൂലം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരാം, സകലത്തിലും മുടക്കം. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി നേർച്ചയെ കുറിച്ച് പറയുമ്പം ചില നേർച്ച അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നവരുണ്ട്. അതിനും കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യും. കാര്യം ചിലർക്കാണെങ്കിൽ ഇങ്ങനെ ബസ്സിലോ മറ്റോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ഷേത്രം കാണുമ്പോൾ ഇവിടെ ഇന്നത് മേടിച്ചു കൊടുക്കാം എന്നിവരുടെ മനസ്സ് പറയുകയാണ്. അറിയാതെ പറഞ്ഞു പോയി. അത് കഴിയുമ്പോൾ ഇവർക്ക് ആകെ കൂടി പരിഭ്രമം, ഞാൻ അവിടെ നേർച്ചയിട്ടല്ലോ, ഇത് നടത്താറുന്ന ദോഷമല്ലേ എന്നുള്ള രീതിയിൽ ചിന്തിക്കും. അങ്ങനെ കാണുന്ന ക്ഷേത്രങ്ങളെല്ലാം പോയി വഴിപാട് നടത്തുന്ന പലരും എനിക്കറിയും. അവര് യാദൃച്ഛികമായിട്ടൊരു ക്ഷേത്രത്തെക്കുറിച്ച് ചിന്തിച്ച് കഴിയുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവിടെ ഒരു നേർച്ചയിടാൻ തോന്നും എന്നാണ് അവർ പറയാറുള്ളത്. ശരിക്കും ഇത് നേർച്ചയിടലല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മുടെ മനസ്സിലെ ഒരു OCD എന്നൊക്കെ പറയുന്ന ചില പ്രശ്നങ്ങളുള്ളവർക്കാണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇവർക്ക് ഇങ്ങനെ കമ്പൽ ചെയ്തുകൊണ്ടിരിക്കും. ഇവർക്ക് ഏതെങ്കിലും ക്ഷേത്രം കാണുമ്പോൾ അവിടെ എന്തെങ്കിലും കൊടുക്കാമെന്ന് പറയാൻ തോന്നും. ഇത് നേർച്ചയല്ല, ഇത് മനസ്സിലാക്കണം. ഇത് നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. ഈ ക്ഷേത്രത്തിൽ ഒരാള് ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്ന് പറയുന്നത് അയാളുടെ ആഗ്രഹം. കഴിയുമെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുത്തില്ല എന്നുള്ള ഒരു ആഗ്രഹം. നിങ്ങളുടെ മനസ്സിന്റെ ഒരു രോഗാവസ്ഥ, ഒരു അസ്വസ്ഥമായിട്ടുള്ള അവസ്ഥയാണ് എല്ലാ ക്ഷേത്രത്തിലും ഇങ്ങനെ കൊടുക്കുക എന്നുള്ള ഒരു തിരത്തള്ളൽ ഉണ്ടാക്കുന്നത്. അത് ദൈവികമായിട്ട് യാതൊരു ദോഷവും വരാത്ത കാര്യമാണ്. നിങ്ങൾ പിന്നെ അതിന്റെ പുറകെ നടന്ന് എല്ലാ ക്ഷേത്രങ്ങളിലും എന്തെങ്കിലും കൊടുക്കാൻ നടക്കുകയൊന്നും വേണ്ട. ചിലപ്പം പറയും, ഞാൻ ഇങ്ങനെ ഒരു കദളിപ്പഴം ഇന്ന ക്ഷേത്രത്തിൽ മേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് നേർച്ച ഇട്ടുപോയി, ഇനി അവിടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് ഓടുന്ന ഭക്തകളെ കാണാൻ പറ്റും. ഞാൻ ചോദിക്കും, നിങ്ങൾ കദളിപ്പഴം പറഞ്ഞു പോയി, അത് കുഴപ്പമില്ല. നിങ്ങൾ ആ ക്ഷേത്രത്തിലെ മൊത്തം സ്വർണം പൂശാന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളിപ്പം മനസ്സറിയാതെ പറഞ്ഞു പോയി, നിങ്ങൾ ചെയ്യുമായിരുന്നു, നിങ്ങളെ കൊണ്ട് കഴിയും. അതില്ല. ഞാൻ പറഞ്ഞു, ഇത് വേറെ ആഗ്രഹം പറഞ്ഞതാണ്. അല്ല, നിങ്ങൾ ഒരു നേർച്ച ഇടുക എന്ന് പറയുന്ന തരത്തിൽ ചിന്തിച്ച് ഉറപ്പിച്ച് ചെയ്ത ഒരു കാര്യമൊന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചത്. അതുകൊണ്ട് ഇതിൽ പ്രശ്നമൊന്നുമില്ല. ഇതിനെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുകയാണ് നല്ലതെന്ന് പറയും. ശരി, ഇനിയിപ്പോൾ നമുക്ക് നേർച്ചക്കടം ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ഉള്ളൊരു സംശയം. ചിലർക്ക് ഇതിലൊന്നും പിടിയില്ല, ഞാൻ നേർച്ച ഇട്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വയ്യ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന മാർഗം അസ്ട്രോളജി, ഒരു നല്ല അസ്ട്രോളജറെ കണ്ട് എൻ്റെ ഒരു നേർച്ചക്കടമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങോട്ട് പറയും, നിങ്ങൾ ഇങ്ങനെ ഒരു നേർച്ച നേരാൻ സാധ്യതയുണ്ട്, അത് വീട്ടണമെന്ന് പറഞ്ഞുതരും, എന്താണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞുതരും. ഇതൊന്നും നമുക്കറിയില്ല എങ്കിൽ നമുക്കൊരു നേർച്ച നേർന്നിട്ടുണ്ട്, അതെന്താണെന്ന് പൂർണ്ണമായിട്ട് തിരിച്ചറിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എണ്ണാപ്പണം എടുക്കുക എന്നുള്ളതാണ്. അത് കുറച്ച് നാണയങ്ങൾ എടുത്ത്, അത് എണ്ണി നോക്കരുത്, അതൊരു കിഴി കെട്ടിയിട്ട് അത് മഹാദേവന്റെ, ശിവന്റെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് വയ്ക്കുക. മറ്റൊരു കിഴിയിൽ കുറച്ച് എണ്ണാപ്പണം എടുത്ത് ഒരു ദേവീ ക്ഷേത്രത്തിൽ കൊണ്ടുവയ്ക്കുക. അതായത് പുരുഷപക്ഷവും സ്ത്രീപക്ഷവും എന്നുള്ള ചിന്തയാണ് അവിടെ. അതായത് ദേവിമാരുടെയും പക്ഷത്തിലുള്ള എല്ലാ കടങ്ങളും വീടും
അതുപോലെ തന്നെ ശിവപക്ഷത്തിൽ സമർപ്പിക്കും ദേവന്മാരുടെ, അത് മഹാവിഷ്ണുവിൻ്റെ ആയാലും എല്ലാ വിധത്തിലുള്ള കടങ്ങളും മാറിക്കിട്ടുമെന്നുള്ളതാണ്. ഇനി നിവേദ്യമായിട്ടാണ് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു കടം ഉണ്ട്, ഏത് ക്ഷേത്രത്തിലാണ് നടന്നത് എന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു വിഷ്ണു ക്ഷേത്രത്തിലൊരു പാൽപ്പായസം കൊടുക്കുക, ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ കടും പായസം കൊടുക്കുക. ഇതുകൊണ്ട് തന്നെ ഈ നിവേദ്യമായിട്ട് നമുക്ക് അറിയില്ല, എന്തോ ഒരു സംശയം ഉണ്ട് അങ്ങനെ ഒരു നിവേദ്യം കൊടുക്കാനുണ്ട് എന്നൊരു തോന്നൽ, എങ്കിലും ഇത് ചെയ്യുമ്പോൾ ആ നേർച്ചക്കടം മനസ്സിൽ പറഞ്ഞത് നേർച്ചക്കടം വീട്ടാൻ എനിക്ക് അറിഞ്ഞുകൂടാ, ഏതാണെന്ന് എൻ്റെ മനസ്സിൽ കിട്ടുന്നില്ല, അതുകൊണ്ട് ആ നേർച്ചക്കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്വാഭാവികമായിട്ട് നേർച്ചക്കടം വീട്ടാൻ പറ്റും. ചില വലിയ വലിയ കാര്യങ്ങളാണ്, ചിലർക്കാണെങ്കിൽ വലിയ കാര്യങ്ങളുടെ നേർച്ച ചേർന്നു, പിന്നീട് അവർക്ക് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നേർച്ച വീട്ടാൻ വയ്യ. കാര്യം ഒരു 2001 ഒരാള് ഒരു ക്ഷേത്രത്തിൽ ഒരു പവൻ മേടിച്ച് സമർപ്പിക്കാന്ന് അന്ന് പറഞ്ഞു. അന്നത്തെ സ്വർണത്തിന്റെ വില അത്രയേ ഉള്ളായിരുന്നു. അയാൾ അന്ന് ചിന്തിച്ചു. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് മാറിപ്പോയി. ഇന്നേ സമയത്തപ്പം ആ ആള് ചിന്തിക്കുകയാണ്, എനിക്ക് ആ സ്വർണം സമർപ്പിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വില എവിടെ അയക്കുന്നു? അയാൾ അന്നത്തെ അവസ്ഥയിൽ തന്നെ, അതേ ജീവിതാവസ്ഥയിൽ തന്നെ വരുന്ന ആളാണ്. അന്ന് നടത്താൻ പറ്റാത്ത ആളിന് ഇന്ന് നടത്താൻ പറ്റും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ജ്യോതിഷൻ രാശി വെച്ച് നോക്കിയിട്ട് ഇതിൽ എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത് എന്ന് നിരൂപിക്കണം. പ്രായശ്ചിത്തം ചെയ്ത് അവിടെ സമർപ്പണം വേണ്ടി വരും, അല്ലാതെ അത് നമുക്ക് തോന്നുന്നത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിന്റെ കീഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിൽ കാണുന്നതിന്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിന്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ ഒരു മാർഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ അയ്യർ ഹരിചന്ദ്ര മഠം. നമസ്തേ.